ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മത്സരാർത്ഥികളെല്ലാം വീടിനുള്ളിൽ പ്രവേശിച്ചു. അവർ പുതിയ കളികൾ കളിക്കാൻ വേണ്ടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ളതും അത് നെഗറ്റീവ് ആണെങ്കിൽ കൂടി പബ്ലിസിറ്റി ഉള്ള ആൾക്കാരാണ് ഇത്തവണ ബിഗ് ബോസിലുള്ളത്. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ 19 പേരാണ് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കംപ്ലീറ്റ് ലിസ്റ്റും അവരെന്താണെന്ന് ഒന്ന് നോക്കിയാലോ. ബിഗ് ബോസ് സീസൺ 7 ഒന്നാമതായിട്ട് കയറിയിട്ടുള്ളത് കോമൺ പരിവേഷത്തോടു കൂടി സാധാരണക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന അനീഷ് എന്ന് പറയുന്ന ആളാണ്. അപ്പം അദ്ദേഹമാണ് ഒന്നാമതായിട്ട് കയറിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ബിഗ് ബോസിൽ പ്രവേശിച്ചത് വേറെയുമല്ല, സീരിയലുകളിലൂടെയും അതേപോലെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ എല്ലാം തന്നെ കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള അനുമോളാണ് രണ്ടാമതായി ബിഗ് ബോസിൽ പ്രവേശിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ആര്യനാണ്. ഫാഷൻ ഡിസൈനറാണ് ആര്യൻ. അപ്പോൾ മൂന്നാമതായിട്ട് വളരെ മാറ്റങ്ങളോടുകൂടി തന്നെയും അതുപോലെ പുതിയ കളികൾക്ക് വേണ്ടിയും എത്തിയിരിക്കുന്നത് ആര്യൻ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലെ അടുത്ത ആളാണ് കലാഭവൻ സരിക. കോമഡികളിലൂടെയും കോമഡി ഷോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ഒക്കെ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് സുപരിചിതയായിട്ടുള്ള സരികയാണ്. ഇപ്പോൾ സീരിയലുകളിലും സജീവമായിട്ടുണ്ട്. അതുപോലെ പാട്ടും കാര്യങ്ങളും എല്ലാം കൈകളിൽ ഭദ്രമായിട്ടുള്ള സരികയാണ് ബിഗ് ബോസിൽ പ്രവേശിച്ചിട്ടുള്ള അടുത്ത മത്സരാർത്ഥി എന്നുള്ളത്. ബിഗ് ബോസ് പ്രവേശിച്ച മറ്റൊരാളാണ് അക്ബർ. ഇദ്ദേഹം സീരിയലിൽ അഭിനയിച്ചല്ല, എന്നാലും ഏഷ്യാനെറ്റിലെ തന്നെ മൈലാഞ്ചി പോലുള്ള പ്രോഗ്രാമുകളിലൂടെ എല്ലാം തന്നെ വന്ന അക്ബറാണ് ബിഗ് ബോസിലെ അടുത്ത മത്സരാർത്ഥി. ബിഗ് ബോസിൽ പ്രവേശിച്ച അടുത്ത താരമാണ് ബിൻസി. RJ ആണ്. അപ്പൊ RJ നിന്നുള്ള അടുത്തൊരു മത്സരാർത്ഥിയാണ് ബിൻസി എന്നുള്ളത്. അടുത്തയാളാണ് സാബു. ഒന്നിൽ സാബു എന്നാണ്. ഷെഫായിട്ടും അതുപോലെ ഫാഷൻ ഡിസൈനറായിട്ടും ഒക്കെ സജീവമായിട്ടുള്ള ഒനിൽ സാബു ആണ് ബിഗ് ബോസിലെ അടുത്ത മത്സരാർത്ഥി. ഏഷ്യാനെറ്റ് കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാളാണ് ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ. അപ്പം ഏഷ്യാനെറ്റ് സീരിയലുകളിലും ഒക്കെ സജീവമായിട്ടുള്ളതാണ്. അപ്പോൾ ബിന്നി സെബാസ്റ്റ്യനാണ് ബിഗ് ബോസ് സീസൺ 7 അടുത്തായിട്ട് വീട്ടിൽ പ്രവേശിച്ച ആള്. നെക്സ്റ്റ് മത്സരാർത്ഥി ഉള്ളത് അഭിശ്രീ. അപ്പം അദ്ദേഹവും ബിഗ് ബോസിന്റെ സീസൺ 7 കടുത്ത മത്സരങ്ങളുമായി എത്തിയിരിക്കുകയാണ്. അതുപോലെ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് എത്തിയിരിക്കുന്നത് റന ഫാത്തിമയാണ്. അപ്പൊ അതാണ് അക്കൂട്ടത്തിലുള്ള ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറയാവുന്ന ആള്. അടുത്ത മത്സരാർത്ഥിയാണ് ഏഷ്യാനെറ്റിൽ തന്നെ മുൻഷി എന്ന പ്രോഗ്രാമിലൂടെ ഒക്കെ സുപരിചിതമായിട്ടുള്ള മുൻഷി എന്ന് വിളിക്കുന്ന രഞ്ജിത്ത്. പറഞ്ഞു വരുവാണെങ്കിൽ ഏഷ്യാനെറ്റ് കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു പ്രധാന താരമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഗിസേൽ തക്രാൾ. നല്ല ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്ത ആളാണ് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും അവർ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ശരിക്കും കേട്ടതും ചൂടൻ ആയിട്ടുള്ള വാഗ്വാദങ്ങളും ഒക്കെ നമ്മൾ ഈയിടെയായിട്ട് അറിഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. ഇയാളുടെ പേര് വളരെയധികം ഈ അടുത്ത കാലങ്ങളായി പരാമർശിച്ച് കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ശാരിക. അടുത്തയാള് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട രുദ്രനായി തിളങ്ങിയ ഷാനവാസ് ആണ്. ഇദ്ദേഹവും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 അടുത്ത മത്സരാർത്ഥി അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നിവിൻ ജോർജ്. അദ്ദേഹം ഒരു മാസ് എൻട്രിയോട് കൂടിയാണ് ബിഗ് ബോസ് സീസൺ 7 എത്തിയിരിക്കുന്നത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലെസ്ബിയൻ കപ്പിൾസ് എത്തുന്നത്. ആദില നൂറ കപ്പിൾസ് ആണ് വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നെഗറ്റീവായിട്ടും ഒക്കെ തന്നെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അത്യാവശ്യം പേരുള്ള ഒരു കപ്പിൾസ് ആണ് അവര്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഇങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ് ഉപ്പുമുളകും പ്രോഗ്രാമിലും അതുപോലെ ഒരു റിയാലിറ്റി ഷോയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിയാലിറ്റി ഷോയിൽ കുറച്ച് നെഗറ്റീവൊക്കെ പ്രശ്നങ്ങളുണ്ടായ ശൈത്യ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ശൈത്യമുണ്ട്. അതുപോലെ ഈ അടുത്ത കാലങ്ങളിലൂടെ വളരെയധികം ആദ്യം ഒരു പോസിറ്റീവും പിന്നീട് നെഗറ്റിവിറ്റിയിലൂടെ കയറി വന്ന രേണുസുതിയാണ് അടുത്ത കണ്ടസ്റ്റന്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും 19 പേരാണ് ഇവിടെ ഉള്ളത് തന്നെ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ വിഷയവും കാര്യങ്ങളും ഒക്കെ രേണുസുതി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ രേണുസുതിയുടെ പ്ലേ എങ്ങനെയായിരിക്കാം എന്ന് വീക്ഷിക്കാൻ 2 ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഉള്ളത്. ഒന്ന് രേണുസുതിയുടെ നെഗറ്റീവ് അടിക്കുന്നവർ, ഒന്ന് രേണുസുതിയുടെ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ. നെഗറ്റീവ് അടിക്കുന്നവർ രേണുസുതി അവിടെ എന്ത് ചെയ്യുന്നു എന്നത് കിട്ടാൻ നോക്കുന്നു. പോസിറ്റീവ് അടിക്കുന്നവർ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ജീവിതത്തിലെ നെഗറ്റിവിറ്റിയെ അവരെങ്ങനെ അതിനെ നേരിടുന്നു എന്ന് കാണാനിരിക്കുന്നു. സിനിമാ ഫീൽഡിൽ നിന്നും ബിഗ് ബോസ് സീസൺ 7 എത്തിയ ഒരു മത്സരാർത്ഥിയാണ് അപ്പാനി ശരത്ത്.
മൊത്തത്തിൽ നോക്കിയാൽ വ്യത്യസ്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ളത്. എല്ലാം അത്യാവശ്യം ഒരു വകയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ പല ആൾക്കാരാണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടിച്ച് കലക്കി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അവരുടെ കളികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.